നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ ഉയർത്തുകയാണ്. എന്താണത്? ശ്രദ്ധിക്കാം. ഞാൻ സഹിക്കുമ്പോൾ ദൈവം സുഖിക്കുകയാണ് എന്നൊരു തെറ്റായ ചിന്ത പിശാച് മനുഷ്യഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. തിരുവചനം പറയുന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. മക്കളോട് സ്നേഹമുള്ള മാതാപിതാക്കളെ ശ്രദ്ധിച്ചാൽ കൂടുതൽ കഷ്ടപ്പെടുന്ന മക്കളുടെ കൂടെയായിരിക്കും അവർ കഴിയാൻ ആഗ്രഹിക്കുക, അവരുടെ കഷ്ടാനുഭവങ്ങളിൽ അവരോടൊത്ത് പങ്കുചേരാൻ. ദുഷ്ടരായ നമ്മൾ പോലും മക്കളുടെ സഹനാനുഭവങ്ങളിൽ അവരോടൊത്ത് കഴിയാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ സ്നേഹം മാത്രമായ നല്ല ദൈവം നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളോടൊത്തല്ലാതെ മറ്റെവിടെയാണ് ആയിരിക്കുക? എൻ്റെ മുഖം വാടിയാൽ ദൈവത്തിൻ മുഖം വാടും, എൻ മിഴികൾ ഈറനണിഞ്ഞാൽ ദൈവത്തിൻ മിഴി നിറയും. സങ്കീർത്തനം 115:12. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, നമ്മുടെ ദുഃഖങ്ങളിൽ അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹെബ്രായ ലേഖനം പറയുന്നു, നമ്മുടെ ദുഃഖങ്ങളിൽ നമ്മളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാനാചാര്യനല്ല നമുക്കുള്ളത്. കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്ന തള്ളക്കഴുകൻ മാറി നിന്ന് കുഞ്ഞിന്റെ മരണവെപ്രാളം കണ്ട് രസിക്കുകയല്ല, ധ്യാനിക്കണം, കൂടെ നിന്ന് സഹായിക്കുകയാണ്. അതുകൊണ്ടാണ് നിയമാവർത്തന പുസ്തകം 32, 11, 12 തിരുവചനങ്ങൾ വായിക്കുന്നത്, കൂട് ചലിപ്പിക്കുകയും വിരിച്ച ചിറകുകൾക്ക് കീഴിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ നിന്നെ നയിച്ചത് ഞാനാണ് എന്ന്. സ്വർണം തീയിലിട്ടാൽ തട്ടാൻ കൂടുതൽ ജാഗ്രതയുള്ളവനാകും. മരത്തിൽ നിന്ന് കമ്പ് മുറിച്ചാൽ തടിയിൽ നിന്നാണോ കമ്പിൽ നിന്നാണോ കൂടുതൽ കറയൊഴുകുക? തീർച്ചയായും അത് തടിയിൽ നിന്ന് തന്നെയാണ്. നിന്റെ ദുഃഖത്തിൽ നിന്നേക്കാൾ വേദനിക്കുന്നത് നിന്റെ ദൈവത്തിനാണെന്ന ഉൾക്കാഴ്ച നിനക്കുണ്ടാകട്ടെ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ, 3 പേരെയല്ലേ നാം അഗ്നിയിലേക്ക് എറിഞ്ഞത്, 4-ാമൻ ഒരാളെ കൂടി കാണുന്നുവല്ലോ. രാജാവ് ഇങ്ങനെ പറഞ്ഞു, 3 പേർ സഹിക്കുമ്പോൾ 4-ാമനായും, 2 പേർ സഹിക്കുമ്പോൾ 3-ാമനായും, ഒരാൾ സഹിക്കുമ്പോൾ 2-ാമനായും ദൈവം നമ്മുടെ കൂടെയുണ്ട്. 2 ചെടികളെ കർഷകൻ നട്ടുവളർത്തിയിട്ട് 2-ൽ-1 വെട്ടിയൊരുക്കാൻ ആരംഭിച്ചാൽ കൃഷിക്കാരൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഏത് ചെടിയുടെ ചുവട്ടിലായിരിക്കും? സത്യമായും അത് വെട്ടിയൊരുക്കുന്ന ചെടിയുടെ ചുവട്ടിൽ തന്നെ. അതെ, ദൈവം താൻ വെട്ടിയൊരുക്കുന്നവരുടെ കൂടെ വസിക്കുന്നവനാണ്. മർക്കോസിന്റെ സുവിശേഷം 4:37, യെശയ്യാ 43:5, മത്തായിയുടെ സുവിശേഷം 28:20 വായിച്ച് ധ്യാനിക്കണം. ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അതെ, അഗ്നിസ്തംഭമായും മേഘത്തൂണായും മന്നയായും കാടപ്പക്ഷിയായും ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നിന്നവൻ, പുതിയ ഇസ്രായേലേ, അവൻ നിന്റെ കൂടെയുണ്ട്. യേശുക്രിസ്തു നിന്നിലുണ്ടെന്ന് നീ അറിയുന്നില്ലേ? കരയുന്നവരോടൊപ്പം കരയുന്ന ഒരു ആർദ്ര ഹൃദയനായ ദൈവത്തിന്റെ ചിത്രം നിന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയെ, അതിനായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.